അപ്പോഴേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു നാടൻ രീതിയിലുള്ള ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യമേ 1 കിലോ ചെമ്മീനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുക്കുക. ചതച്ച് വെച്ചാണ് ഇഞ്ചി. നാളെ ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക ചെറുതാക്കി. ഒരു 3 സവാള, ഇടത്തരം സവാള അരിഞ്ഞത്. കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് സവാള അരിഞ്ഞത്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കേട്ടെ, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നാടൻ കറിവേപ്പിലയാണ്. ചെമ്മീനൊക്കെ കറിവേപ്പില കുറച്ച് കൂടുതലിട്ട് അടിപൊളിയാണ്. അടുത്ത നമുക്കൊരു 150 ഗ്രാം ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്കൊരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ അതിനിടയിൽ ചോറ് വയ്ക്കാനായിട്ട് അടുപ്പത്ത് കുക്കർ വെച്ചിരുന്നുണ്ട്. നമുക്കൊരു 2 ടീസ്പൂണോളം ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കാശ്മീരി ഇട്ട് കൊടുക്കാം, കളറിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ ചോറ് ഒരു സൈഡിൽ അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പുറത്തെ തലത്തിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഒരു ഇതുണ്ടാവും. അതെ, കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ചെമ്മീനായതുകൊണ്ട് ഇപ്പോൾ ഒരു 2 സ്പൂൺ മീറ്റ് മസാല. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ അതിനകത്ത് കുടമ്പുളി ഇട്ടുണ്ടേ, ചെറിയ പുളിക്കൻ്റെ കുടമ്പുളി ഇട്ടുണ്ട്. ആ സമയത്ത് ക്യാമറ ഓഫായി അതെ, മസാല വേകാൻ ആവശ്യമായ വെള്ളം നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. നോക്കിയിട്ട് പിന്നെ ചേർക്കാം. നമ്മൾ ഉപ്പ് ചേർക്കണ്ടേ, നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെക്കണം. ഇരുന്ന് വേണം. ചെമ്മീൻ എന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് മൂടി വെക്കാം. അപ്പൊ ഒന്ന് മൂടി വെക്കാം. നമുക്ക് ഇതേ നമ്മൾ പൊടിക്കുന്ന ഗരം മസാല കേട്ടോ, അത് പാക്കറ്റിലേക്ക് ഇട്ടാണ്. തുറന്നു നോക്കാം.
ആ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇപ്പൊ അതിൽ കുറുകി സെറ്റായിട്ട് വന്നാണ് കണ്ടോ. ശകലം പച്ച വെളിച്ചെണ്ണ, കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട നമ്മുടെ ചെമ്മീൻ കറി കൂട്ടിയതേ. ഞാനൊന്ന് ചോറ് കഴിച്ച് നോക്കാൻ പോകട്ടോ ഇങ്ങനെ ഉണ്ടെന്ന്. ഈ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ചോറിലേക്ക് വെച്ച് അടിപൊളിയാണ്. ആ ചെമ്മീൻ അതിനകത്ത് ആ കുടമ്പുള്ളിയുടെ ടേസ്റ്റും തേങ്ങാക്കൊത്തിന്റെ ഫ്ലേവറൊക്കെ വന്നപ്പോൾ സെറ്റാണ്. ലൈറ്റ് മസാല ചെയ്തേക്കാം. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. അടിപൊളി.